ഏപ്രിൽ 22, 2025. ഇന്ത്യയുടെ മനസ്സിലെ നോവുള്ളൊരു ദിനമാണത്. സന്തോഷവും കളിചിരികളുമായി വിനോദയാത്രയ്ക്കെത്തിയ 26 പേരാണ് അന്ന് പഹൽഗാമിലെ ബൈസരൻ വാലിയിൽ കൊല്ലപ്പെട്ടത്. അന്ന് അവിടെ വീണ കണ്ണീരിന് 15 ദിവസങ്ങൾക്കിപ്പുറം ഇന്ത്യ മറുപടി നൽകിയിരിക്കുകയാണ്. സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി. ബുധനാഴ്ച പുലർച്ചെ 25 മിനിറ്റ് നീണ്ടുനിന്ന ആക്രമണം. 3 പതിറ്റാണ്ടായി പാകിസ്ഥാൻ വളർത്തിയെടുത്ത ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം തകർത്തത്. സാധാരണ ജനങ്ങളെ ഒന്നും ബാധിക്കാത്ത വിധമായിരുന്നു ആക്രമണം. 9 ഭീകര താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ ആക്രമണത്തിൽ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരം. ഇന്ത്യ ലക്ഷ്യം വെച്ച പാകിസ്ഥാനിലെ ആ ഭീകര താവളങ്ങൾ ഏതെല്ലാമാണ്? മുസാഫറാബാദ്, സർജാൽ, കോട്ട്ലി, ഗുൽപൂർ, സിയാൽകോട്ട്, ബർനാൽ, മുരിദ്കെ, ഭവൽപൂർ, സവായ് എന്നിവിടങ്ങളിലെ ഭീകര ക്യാമ്പുകളാണ് ഇന്ത്യൻ സേന ലക്ഷ്യമിട്ടത്. ഇവിടങ്ങളിൽ ദീർഘകാലമായി ഭീകരർക്ക് പരിശീലനം നൽകുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ 9 കേന്ദ്രങ്ങൾക്കും ഇന്ത്യയെ ലക്ഷ്യം വെച്ച് നടന്ന ഭീകരാക്രമണങ്ങളുമായും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളുമായും ബന്ധമുണ്ട്. പാകിസ്ഥാനിലെ തെക്കൻ പഞ്ചാബിലുള്ള ഭവൽപൂർ ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. മസൂദ് അസർ നയിക്കുന്ന ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമെന്നാണ് ഈ നഗരം പരക്കെ അറിയപ്പെടുന്നത്. 2001 പാർലമെന്റ് ആക്രമണം, 2019 പുൽവാമ ഭീകരാക്രമണം എന്നിവയുൾപ്പെടെ ഇന്ത്യയിൽ നടന്ന നിരവധി ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഈ സംഘടന ഏറ്റെടുത്തിരുന്നു. കറാച്ചി തോർഖാം പാതയിലാണ് 15 ഏക്കർ വരുന്ന ഈ ഭീകര കേന്ദ്രം. ലഹോറിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മുരിദ്കെ. 2000 ഇവിടെ ലഷ്കറിന്റെ നേതൃത്വത്തിൽ ഭീകര ക്യാമ്പ് ആരംഭിച്ചത്. ലഷ്കർ-ഇ തയ്ബയുടെയും അതിന്റെ ഒരു വിഭാഗമായ ജമാ-അത്ത് അവയുടെയും പ്രധാന കേന്ദ്രം. 82 ഏക്കർ വിസ്തൃതിയിലുള്ള മുരിദ്കെയിലെ ഭീകര കേന്ദ്രത്തിൽ പരിശീലന മേഖലകൾ, ലോഞ്ച് പാഡുകൾ, ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. 2008 മുംബൈ ഭീകരാക്രമണകാരികൾക്ക് പരിശീലനം ലഭിച്ചത് ഇവിടെ നിന്നാണെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഹിസ്ബുൾ മുജാഹിദീന്റെ പ്രധാന ക്യാമ്പ്. പാക് ചാര സംഘടനയായ ISIയുടെ നേതൃത്വത്തിലാണ് മഹ്മൂന ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. കശ്മീരിൽ സജീവമായ ഭീകര സംഘടനയാണ് ഹിസ്ബുൾ മുജാഹിദീൻ. രാജ്യാന്തര അതിർത്തിക്കും നിയന്ത്രണ രേഖയ്ക്കും സമീപം നടക്കുന്ന നുഴഞ്ഞുകയറ്റങ്ങൾക്കു പിന്നിൽ സർജാൽ ക്യാമ്പുകൾക്ക് വലിയ പങ്കുണ്ടെന്നാണ് സൈന്യത്തിന്റെ വിലയിരുത്തൽ. സർജാൽ ക്യാമ്പ് ജെയ്ഷെ ഭീകരരുടെ നിയന്ത്രണത്തിലാണ്. അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റത്തിന് ഭീകരർക്ക് പരിശീലനം നൽകുന്ന ഇടമാണ് ബർനാല. പൂഞ്ചിലെയും രജൌറിയിലെയും ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രമാണിവിടം. 150 ഏക്കറിൽ വിശാലമായ പരിശീലന കേന്ദ്രം. ജെയ്ഷെ ഭീകരവാദികൾക്ക് ചാവേർ ബോംബ് ആക്രമണത്തിന് പരിശീലനം നൽകുന്ന കേന്ദ്രമാണ് പാക് അധിനിവേശ ജമ്മു കശ്മീരിലെ കോട്ട്ലി. ഈ കേന്ദ്രത്തിൽ ഒരേ സമയം 50-ലധികം പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കോട്ട്ലിയിലെ തന്നെ ഹിസ്ബുൾ മുജാഹിദീന്റെ ക്യാമ്പാണിവിടം. പാക് അധിനിവേശ ജമ്മു കശ്മീരിലെ ഭീകര സംഘടനയുടെ പ്രധാന ഇടമാണിത്. മലമുകളിലായാണ് ഈ ഭീകര ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ ഒരു ഭീകര കേന്ദ്രമാണിത്.